നമസ്കാരം. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിനായി എത്തിയതോടെ കേരളത്തിന്റെ രാഷ്ട്രീയ മാപിനിയിൽ താപനില ഉയരുകയാണ്. മാസപ്പടിയും കരുവന്നൂരുമൊക്കെ പ്രചാരണ വിഷയങ്ങളാക്കി മോദി ആഞ്ഞടിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വ്യാഖ്യാനം. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിണറായി വിജയനും മകളും അഴിമതിക്കാരാണെന്നും സ്വർണ്ണക്കടത്തിൽ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ കൂട്ടുനിന്നെന്നും മോദി കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം കാട്ടാക്കടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു മോദിയുടെ ആരോപണം. മോദിയുടെ ഗ്യാരണ്ടി എന്നാവർത്തിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ പ്രസംഗം. സ്വർണ്ണക്കടത്തും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും മാസപ്പടി വിഷയവും പ്രധാനമന്ത്രി പ്രസംഗത്തിനിടെ പരാമർശിച്ചു. കേരളമേ जनता के पैसों की खुलेआम लूट हो रही है. ये लोग भ्रष्टाचार के नए नए मॉडल लेकर आते हैं. कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है. हर कोई जिससे परेशान है. जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया. സിപിഎമ്മിന് പുറമെ കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനമാണ് മോദി ഉന്നയിച്ചത്. കേരളത്തിലെ അഴിമതിക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണ്. അതിന്റെ ബാക്കിയാണ് ഇടത് സർക്കാർ ചെയ്യുന്നത്. ഇവിടെ ശത്രുക്കളായവർ ഡൽഹിയിലെത്തുമ്പോൾ മിത്രങ്ങളാണെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഇടത് വലതു മുന്നണികളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് സർക്കാരിന്റെ കൊള്ള കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നും മോദി ആരോപിച്ചു. ബിജെപിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും അഴിമതിക്ക് എതിരെയുള്ളതാണെന്നും കേരളത്തിലെ ഓരോ വീടുകളിലും സന്ദേശം എത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സർക്കാരിനും സിപിഎമ്മിനുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാങ്ക് കൊള്ളയടിച്ചത് സിപിഎം ആണ്. പണം തിരിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് നുണയാണ്. കരുവന്നൂരിലെ പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. തൃശൂർ കുന്നംകുളത്ത് എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളമേ जनता के पैसों की खुलेआम लूट हो रही है. ये लोग भ्रष्टाचार के नए नए मॉडल लेकर आते हैं. कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है. हर कोई जिससे परेशान है. जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया. പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാരീച വേഷത്തിൽ വന്ന് കേരളത്തെ വല്ലാതെ മോഹിപ്പിച്ച് കളയാമെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ജനങ്ങൾ. കേരളത്തിൽ നിന്ന് MP വേണമെന്ന പ്രധാനമന്ത്രിയുടെ മോഹം നടക്കില്ല. ഒരിടത്ത് പോലും BJP രണ്ടാം സ്ഥാനത്തെത്തില്ലെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു. അദ്ദേഹം പറയുന്ന ഈ രാമായണത്തിലെ മാരീചനില്ലേ, ആ മാരീച വേഷത്തിൽ വന്ന് കേരളത്തെ വല്ലാതെ അങ്ങ് മോഹിപ്പിച്ച് കളയാം എന്ന് തെറ്റിദ്ധരിക്കരുത്. എല്ലാം മനസ്സിലാക്കാൻ ത്രാണിയുള്ളവരാണ് കേരളീയർ. അത് കൂടുതൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുക മാത്രമേ ചെയ്യൂ. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നല്ലതുപോലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. മോഹം ആർക്കുമാകാലോ. അത് സാധാരണ BJP പ്രവർത്തകനുമാകാം, നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിക്കുമാകാം. പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും BJP ഉണ്ടാകില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂട് പകർന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. പാർട്ടി പതാകകളില്ലാതെയായിരുന്നു സുൽത്താൻ ബത്തേരിയിലെ റോഡ് ഷോ.
രാജ്യത്ത് നടക്കുന്നത് RSSന്റെയും കോൺഗ്രസിന്റെയും പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുന്നത്. രാജ്യത്ത് നടക്കുന്നത് RSSന്റെയും കോൺഗ്രസിന്റെയും പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു നേതാവ് എന്ന മോദിയുടെ മുദ്രാവാക്യം നാടിന് ചേർന്നതല്ല. രാജ്യത്ത് ഒരു നേതാവ് മതിയെന്ന ആശയം ജനങ്ങളെ അപമാനിക്കുന്നതാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. That India should have only one leader is an insult to every single young Indian person. And that is the main difference between us and them. We want to listen to what is in the heart of our people. We want to love and respect their beliefs, their language, their religion, their culture. And they want to impose something from the top. സുൽത്താൻ ബത്തേരിയിൽ നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പാർട്ടി പതാകകൾ ഒന്നുമില്ലാതെയായിരുന്നു റോഡ് ഷോ. റോഡരികിൽ രാഹുലിനെ കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. രാഹുലിന്റെ പ്രചാരണ വാഹനത്തിൽ IC ബാലകൃഷ്ണൻ MLAയും ഉണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസ്, വയനാട്. മാനന്തവാടി രൂപത ആസ്ഥാനത്തെത്തി രാഹുൽ ഗാന്ധി. ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം അദ്ദേഹത്തെ സ്വീകരിച്ചു. കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ അടക്കമുള്ളവരും ബിഷപ്പ് ഹൌസിലുണ്ടായിരുന്നു. വയനാടിന്റെ ആവശ്യങ്ങളടങ്ങിയ കത്ത് രൂപത അധികൃതർ രാഹുൽ ഗാന്ധിക്ക് നൽകി. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കരുതായിരുന്നുവെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ഇന്ത്യ സഖ്യം വൈകിയതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസാണ്. പ്രതിപക്ഷ സഖ്യമെന്ന ആശയം രാഹുൽ ഗാന്ധിയോട് മുൻപ് തന്നെ പറഞ്ഞതാണ്. എന്നാൽ കെജ്രിവാളിന് വിശ്വാസമില്ലെന്ന് രാഹുൽ പറഞ്ഞെന്നും PC ചാക്കോ ആരോപിക്കുന്നു. സംസ്ഥാനത്ത് PDP LDF സഖ്യമില്ലെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ്, അതുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത്. SDPI പിന്തുണ പോലെയല്ല PDP പിന്തുണയെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. അങ്ങനെ ഒരു അലയൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി സച്ച് അലയൻസ്. We don't have any such alliance. I think apart from the parties within the LDF, that is the alliance we have. I don't know whether you can equate the PDP and the SDPI in the same boat, because I mentioned the context of criticism of the SDPI is because it is a political wing of the Popular Front of India. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ക്ഷുഭിതനായി NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ആ ചോദ്യം തന്നോട് ചോദിക്കേണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തന്നെ വർഗീയവാദിയെന്ന് വിളിക്കരുത്, അങ്ങനെ വിളിച്ചാൽ അതിനുള്ള മറുപടി തരുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അത് വേണ്ട. അങ്ങനെ മോട്ടിവേറ്റഡ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കണ്ട. ഞാൻ എൻ്റെ സെക്യുലർ ബാക്ക്ഗ്രൗണ്ട് ആരും എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു സെക്യുലർ അല്ല. ഞാൻ പറയട്ടെ ഇങ്ങനെ മോട്ടിവേറ്റഡ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. അല്ല, ചോദിച്ചു, ഞാൻ കേട്ടു. അത് എന്തുകൊണ്ട് ചോദിച്ചു എനിക്ക് മനസ്സിലായി. അതിൻ്റെ ആൻസർ ഞാൻ തരാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് നോക്കൂ, ഞാൻ അന്ന് പറഞ്ഞ CM എന്നോട് വർഗീയവാദി എന്ന് വിളിച്ചതാ. എന്നെ വേറെ എന്തെങ്കിലും വിളിച്ചാണ്ടല്ലോ, വർഗീയവാദി എന്ന് വിളിച്ചാൽ എൻ്റെ ആൻസർ കിട്ടും. എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, വർഗീയവാദി വിളിക്കാൻ പാടില്ല. അത് ഞാനല്ല. അത് നിങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും പറഞ്ഞല്ലോ, അവിടെ പോയി ചോദിച്ചു നോക്ക്. സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ KK ശൈലജ മിണ്ടുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ. P ജയരാജൻ സ്ത്രീ അധിക്ഷേപം നടത്തിയിട്ട് KK ശൈലജ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശം മുഴുവൻ സ്ത്രീകളെയും ആക്ഷേപിക്കുന്നതാണ്. സ്ത്രീ ഉന്നമനം പറയുന്ന CPMന്റെ നിലപാട് ഇതാണോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. CPM നേതാവ് ശ്രീ ജയരാജൻ വടകരയിലെ സ്ത്രീകളെ വെണ്ണപ്പാളി സ്ത്രീകൾ എന്ന് ഫേസ്ബുക്കിലൂടെ സ്വന്തം അക്കൗണ്ടിൽ വെണ്ണപ്പാളി പെണ്ണുങ്ങൾ എന്ന് ഈ വടകരയിലെ മൊത്തം സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു. എൻ്റെ എതിർ സ്ഥാനാർത്ഥി അതിനൊന്ന് ഡിസോൺ ചെയ്യാൻ തയ്യാറാവായിരുന്നു. കേട്ട് കേൾവിയോ മുദ്രാവാക്യത്തിലൊരു വാക്കോ വാചകമോ അല്ലല്ലോ. ഒരു സീനിയർ ഉത്തരവാദിത്തപ്പെട്ട നേതാവ്, സ്വാഭിമാന ബോധമുള്ള, അധ്വാനിച്ച് ജീവിക്കുന്ന, ജോലി ചെയ്ത് ജീവിക്കുന്ന വടകരയിലെ മൊത്തം സ്ത്രീകൾ അവരെ വെണ്ണപ്പാളി പെണ്ണുങ്ങൾ എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് പറഞ്ഞിട്ട് എന്തേ ഒന്ന് ഡിസോൺ ചെയ്യാൻ പോലും തയ്യാറാവാതെ. വൃത്തികെട്ട ഗൂഢസംഘമാണ് UDFന്റെ പ്രചാരണത്തിനുള്ളതെന്ന് വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി KK ശൈലജ. UDFും സ്ഥാനാർത്ഥിയും തേജോവധം ചെയ്യുന്നത് സ്ഥിരമാക്കിയിരിക്കുന്നു.
വ്യാജ വീഡിയോ ഉണ്ടാക്കാൻ പ്രത്യേക സംഘം തന്നെ UDFനുണ്ട്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പ്രതിയുടെ കൂടെ താൻ നിൽക്കുന്നതായ ഫോട്ടോ പ്രചരിപ്പിച്ചു. തന്റെ ഒരു പ്രസംഗവും വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നതായും ശൈലജ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ തുടർച്ചയായി വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിങ്ങും നിരന്തരമായിട്ട് ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ തേജോവധം ചെയ്യുക എന്നത് സ്ഥിരം സ്വഭാവമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ എൻ്റെ വടകര KL18 എന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ, വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ്. പാനൂർ നടന്ന ബോംബ് സ്ഫോടനം പങ്കിട്ടെന്ന് വരുത്താൻ വേണ്ടി അതിലെ ഒരു പ്രതിയുടെ അമൽ കൃഷ്ണയുടെ കൂടെ ഞാൻ നിൽക്കുന്നു എന്ന മറ്റുള്ളൊരു ഫോട്ടോ തയ്യാറാക്കി പേജുകളിൽ പോസ്റ്റ് ചെയ്തു. പിന്നീട് ഞാൻ നടത്തിയ ഒരു സെമിനാറിലെ പ്രസംഗം, അത് ഞാൻ പ്രസംഗിച്ചതെല്ലാം മാറ്റിയിട്ട് ഈ ഒരു വാചകം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തു. കുറേ ദിവസം അത് ഓടി. ഇത് എതിർ സ്ഥാനാർത്ഥിയുടെ അറിവോടെയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കണ്ണൂരിന്റെ സമഗ്ര വികസനത്തിന് രൂപരേഖയുമായി LDF. കണ്ണൂർ മണ്ഡലത്തിൽ മാത്രമായി പ്രകടന പത്രിക ഇറക്കിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. LDF കൺവീനർ EP ജയരാജൻ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. കണ്ണൂരിൽ കഴിഞ്ഞ മാസം 26-ന് നടന്ന വികസന സെമിനാറിലെ ചർച്ചകളിൽ നിന്നും രൂപം കൊണ്ട നിർദ്ദേശങ്ങളടക്കം ഉൾപ്പെടുത്തിയാണ് LDF പ്രകടന പത്രിക തയ്യാറാക്കിയത്. കഴിഞ്ഞ 5 വർഷം MP-യുടെ ഇടപെടൽ ഉണ്ടാകാത്തതിനെ തുടർന്ന് വികസന രംഗത്തുണ്ടായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുകയാണ് ഈ പ്രകടന പത്രികയിലൂടെ ലക്ഷ്യമിട്ടതെന്ന് LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ പറഞ്ഞു. ഇത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായും ഇതിൽപ്പെട്ട പല നിർദ്ദേശങ്ങളും കഴിഞ്ഞ 5 വർഷം ഇവിടെ ഉണ്ടായിരുന്ന MP എന്തെങ്കിലും ഒരു ചെറിയ ഇടപെടൽ നടത്തിയാൽ തന്നെ പരിഹരിക്കാൻ കഴിയുന്നതും നടപ്പിലാക്കാൻ കഴിയുന്നതുമായിരുന്നു. പക്ഷേ അത്തരമൊരു സക്രിയമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ പൂർണ്ണമായും സമ്മതിക്കുന്ന കാര്യമാണ്. കണ്ണൂരിന്റെ അടിസ്ഥാന മേഖലയെല്ലാം സ്പർശിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. ദേശീയപാത വികസനം അനിവാര്യമെങ്കിലും പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴുമുണ്ട്. ഇവയ്ക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കുവാനുള്ള ഇടപെടൽ LDF ജയിച്ചാൽ നടത്തുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. സിറ്റിംഗ് MP-യുടെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടൽ ഇല്ലാത്തത് കാരണമാണ് ഇന്ന് പല സ്ഥലത്തും പ്രശ്നങ്ങളിൽ നിലനിൽക്കുന്നത് എന്നും LDF ആരോപിക്കുന്നു. വികസന നയങ്ങളെ പരാജയപ്പെടുത്തുന്ന ശക്തികൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ വികസനം മുരടിക്കുമെന്ന് EP ജയരാജൻ പറഞ്ഞു. കേരള വികസനത്തെ ദുർബലപ്പെടുത്താൻ, കേരള വികസനത്തെ അട്ടിമറിക്കാൻ, വികസന നയങ്ങളെയെല്ലാം പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾ അധികാരത്തിലേക്ക് വന്നാൽ കേരളത്തിന്റെ വികസനം മുരടിക്കും. കേരളം ഒരുപാട് വളർന്ന് വികസിച്ചു വന്നിട്ടുണ്ട്. കണ്ണൂരും കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഈ വികസനത്തിന്റെയൊക്കെ അടിസ്ഥാനം ഇടതുപക്ഷമാണ്. കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല, ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ, ടൂറിസം സംരംഭകർ, കാർഷിക മേഖലയിൽ നിന്നുള്ളവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ നിർദ്ദേശങ്ങളും കോർത്തിണക്കിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. പ്രകടന പത്രികയുടെ പ്രകാശന ചടങ്ങിൽ മുൻ MP PK ശ്രീമതി, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, CPIM ജില്ലാ സെക്രട്ടറി TV രാജേഷ്, LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ, ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. പുതുതലമുറ വോട്ടർമാരെ ലക്ഷ്യമിട്ട് റാപ്പ് താളവുമായി ഹൈബി ഈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ. മലയാളി റാപ്പർ MC കൂപ്പറാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നവമാധ്യമങ്ങളിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് റാപ്പുമായി ഹൈബി എത്തിയിരിക്കുന്നത്. പക്ഷേ കേന്ദ്രത്തിൽ കുറെ കാര്യങ്ങൾ മാറണം. കേന്ദ്രത്തിൽ എന്താണ് മാറേണ്ടത്? കേന്ദ്രത്തിൽ എന്താണ് മാറേണ്ടത്?
മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി തീം ബേസ്ഡ് പോസ്റ്ററുകളുമായി പ്രചരണ രംഗത്ത് കളം നിറഞ്ഞിരിക്കുകയാണ് ഹൈബി ഈഡൻ. ഇതിനിടെയാണ് റാപ്പ് സോങ്ങിൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ എന്ന ട്രെൻഡിൽ നിന്നും റാപ്പ് പരീക്ഷിച്ച് പുതുതലമുറയെ ആകർഷിക്കുകയാണ് ഹൈബി. നീതിന്യായം അന്യം വന്നിരുണ്ട മേഘചോട്ടിലായി മതേതരത്വ ചിന്തയോ കിടപ്പതിന്ന് തോട്ടിലായി നെഞ്ചു പിരിയൻ കോമരൻ വടക്ക് നോക്കി യന്ത്രമോ വിടത്തി വെച്ച പത്രികയിൽ മുഴുവനും കുതന്ത്രമോ. കൊച്ചി സേഫാ, പക്ഷെ കേന്ദ്രത്തിൽ കുറെ കാര്യങ്ങൾ മാറണമെന്നാണ് റാപ്പ് സോങ് തുടങ്ങുന്നത്. തോളോട് തോൾ ചേർന്ന് കൈപിടിച്ചുകൂടെ കൊച്ചിയുടെ സ്വത്തായ ഹൈബിയൊന്ന് കൂടെ. തോളോട് തോൾ ചേർന്ന ഹൈബിയോടൊപ്പം കൈപിടിച്ചു കൂടെ എന്ന വരികൾക്ക് അകമ്പടിയായി ഹൈബിയുടെ മാസ് ഫോട്ടോകളും ചേർത്ത് വെച്ചാണ് റാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ റാപ്പ് ആൽബം ഉണ്ടാക്കിയതെന്ന് അണിയറ പ്രവർത്തകരും പറയുന്നു. പകയുമില്ല ചതിയുമില്ല അലിവിനാല് തരികനാണ് അരികിലായി നടന്നവൻ അകമറിഞ്ഞ ജനതയാണ് തളരുമനിതം കൊതിച്ചിടുന്ന തണലാണിവൻ അരുവിയും ഹൈബി കാവലെങ്കിൽ ഇവിടെ അരങ്ങേറുകയില്ല നാടി നട്ടെല്ലാം ഭരണഘടന തൻ കൊടിയ കുടിയും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കൈപിടിച്ചുകൂടെ കൊച്ചിയുടെ സ്വത്തായ ഹൈബിയൊന്ന് കൂടെ. വീണ്ടും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് ഇനി കാണാം ചരിത്ര സ്പന്ദനം. 1989 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിലവിൽ വന്ന ലോക്സഭ 2 വർഷമാണ് തട്ടിമുട്ടി നീങ്ങിയത്. എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളിൽ വൻ ചലനങ്ങളുണ്ടാക്കിയ നിരവധി സംഭവങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷിയായി. VP സിംഗിന്റെ നേതൃത്വത്തിൽ ജനമോർച്ചയും ജനതാ പാർട്ടിയും ലോക്ദളുമെല്ലാം ചേർന്ന് ജനതാദൾ രൂപീകരിച്ചു. TDPയും DMKയുമെല്ലാം ചേർന്ന് ദേശീയ മുന്നണി രൂപീകൃതമായി. ആ മുന്നണിയും ഇടതുപക്ഷവും സഹകരിക്കാൻ തീരുമാനിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത്. 542-ൽ 197 സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചില്ല. 146 അംഗങ്ങൾ മാത്രമുള്ള ദേശീയ മുന്നണി BJPയുടെ 85 പേരുടെയും ഇടതുപക്ഷത്തിന്റെ 54 അംഗങ്ങളുടെയും പുറത്തുനിന്നുള്ള പിന്തുണയോടെ അധികാരത്തിലെത്തി. തർക്കങ്ങളെ തുടർന്ന് ലോക്ദൾ നേതാവ് ദേവിലാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതോടെ സർക്കാരിന്റെ ഭാവി തുലാസിലായി. ഈ സമയത്താണ് VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഉത്തരേന്ത്യയിലാകെ സവർണറിൽ വലിയൊരു വിഭാഗം അക്രമസമരവുമായി തെരുവിലിറങ്ങി. രാഷ്ട്രീയ രംഗത്തും പ്രത്യാഘാതം വലുതായിരുന്നു. സംഘപരിവാർ ശക്തികളാകട്ടെ ബാബറി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയുന്നതിനുള്ള കർസേവയ്ക്ക് തീരുമാനിച്ചു. അതിനു മുന്നോടിയായി LK അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര ആരംഭിച്ചു. രഥയാത്ര ബീഹാറിലെത്തിയപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിരോധിക്കുകയും അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടെ VP സിംഗ് സർക്കാരിനുള്ള പിന്തുണ BJP പിൻവലിച്ചു. വിശ്വാസപ്രമേയം പരാജയപ്പെട്ടതിനെ തുടർന്ന് VP സിംഗ് രാജിവെച്ചു. ജനതാദൾ പിളർന്ന് സമാജ്വാദി ജനതാദൾ എന്ന പുതിയൊരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിന്റെ പിന്തുണയോടെ S ചന്ദ്രശേഖർ മന്ത്രിസഭ രൂപീകരിച്ചു. എന്നാൽ ബജറ്റ് പോലും പാസാക്കാനാകാതെ ആ സർക്കാർ നിലം പതിക്കുകയും തെരഞ്ഞെടുപ്പ് വരെ കാവൽ പ്രധാനമന്ത്രിയെ ചന്ദ്രശേഖർ തുടരുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ LDFനെതിരെ നടക്കുന്ന പ്രചാരണം എതിരാളികളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വിഷ്ണു കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണഘട്ടം ഇപ്പോൾ 3 ഘട്ടമായി കഴിഞ്ഞിരിക്കുകയാണ്. പല സ്ഥാനാർത്ഥികളും ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാൻ ഇന്ന് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ പ്രചരണ പരിപാടികളെക്കുറിച്ച് വ്യക്തമായി നമുക്ക് ചോദിക്കാം. ഇപ്പോൾ 3 മുന്നണികളും ശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. എന്നാൽ കോൺഗ്രസൊക്കെയും വലിയ വിജയപ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതുപോലെ BJPയുമായാണ് മത്സരമെന്നൊക്കെ അവർ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോഴും LDFനെ പിന്നിലാക്കുന്ന രീതിയിലാണ് അത്തരത്തിൽ പറയുന്നത്. പക്ഷേ ജനങ്ങൾക്കറിയാം മൊത്തത്തിലൊരു വലിയ ഒരു പ്രചരണ പരിപാടി നടക്കുന്നുണ്ട്. വലിയൊരു ആവേശത്തിൻ്റെ പോരാട്ടം തന്നെയായിരിക്കുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് വില വരുന്നത്? അല്ല, അത് ഈ തെരഞ്ഞെടുപ്പിൽ പല തന്ത്രങ്ങളുണ്ടല്ലോ. ആ തന്ത്രങ്ങൾ ഒരു തന്ത്രം നമ്മുടെ UDFൻ്റെ സ്ഥാനാർത്ഥി പയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ആ തന്ത്രമാണ് കഴിഞ്ഞവണ പയറ്റിയത്. ഇത്തവണ അതേ തന്ത്രം പയറ്റാണ് ഇപ്പോൾ നോക്കുന്നത്. അവർ വളരെ അദ്ദേഹം ചോദിക്കുകയാണ്, നമ്മളും BJPയും തമ്മിൽ ആ മത്സരം, പിന്നെ നിങ്ങൾക്കെന്താ കാര്യം? ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ കൂടാ.
കാരണം ജനാധിപത്യത്തെക്കുറിച്ച് പ്രാഥമിക ജ്ഞാനമുള്ള ആരും അത് ചോദിക്കില്ല. കാരണം എന്താ, എത്രയോ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്, ആ സ്ഥാനാർത്ഥികൾ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. അങ്ങനെ ജനാധിപത്യം. ഇത് അഹങ്കാരത്തിൻ്റെ ശബ്ദമാണ്. അഹങ്കാരികൾ മാത്രമേ അങ്ങനെ സംസാരിക്കാറുള്ളൂ. അദ്ദേഹത്തിന് ലോകജ്ഞാനത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും പാണ്ഡിത്യത്തെക്കുറിച്ചൊന്നും ഒരു ആക്ഷേപമില്ല. അദ്ദേഹത്തെ ഞാൻ അത്ര ബഹുമാനിക്കുന്നതാണ്. പക്ഷെ ഇത് പറയാൻ പറ്റുമോ? പറ്റില്ല. രാഷ്ട്രീയത്തിൽ നിങ്ങൾ പറയേണ്ട വാക്കുകളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വേണം. ആ ധാരണ പോലും ഇല്ലാത്ത ഒരാൾ എന്ന പ്രതീതി ഉണ്ടാക്കുന്നത് നല്ലതല്ല. അദ്ദേഹം അതാണ് ഉണ്ടാക്കിയത്. ഞാനൊന്നും പറഞ്ഞില്ല അദ്ദേഹം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ശരിക്കും പഠിക്കുന്നത് നല്ലതാണ്. പലരും 2019 തീർക്കുക. 2019 വോട്ടിനെ കണക്ക് നോക്കിയിട്ടാണ് ഗ്രേഡ് നിശ്ചയിക്കുന്നത്. ആര് പറഞ്ഞ്? 2019 ശേഷം 2021 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് 7 മണ്ഡലങ്ങളിൽ 4 മണ്ഡലം UDFിൻ്റെ കയ്യിലുണ്ടായിരുന്ന അന്ന് ആ 4 മണ്ഡലത്തിൽ നിന്ന് നമുക്ക് 6 മണ്ഡലമായി മാറി. നമ്മളെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് 1,11,000 വോട്ട് കൂടി. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? 2021 2021 അസംബ്ലി ഇലക്ഷനാണ്. അന്നാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രചരണ കോലാഹലം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വന്നിരിക്കുന്ന വലിയ പ്രചരണ കോലാഹലല്ലേ? അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബിരിയാണി ചെമ്പിൻ്റെ അകത്ത് കൊണ്ട് സ്വർണ്ണക്കട്ടികളും അതെല്ലാം എവിടെയാണ് പോയത്? പോയില്ലേ? അത് കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന നമുക്ക് കിട്ടിയ വിക്ടറി എന്ന് പറഞ്ഞാൽ 99 സീറ്റാണ്. രാഹുൽ ഫാക്ടർ ഇത്തവണയും കേരളത്തിൽ ഉണ്ടാകുമെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ. മോദിക്ക് ബദൽ രാഹുൽ ഗാന്ധിയാണ്. രാജ്യത്ത് ഇന്ത്യ മുന്നണി സഖ്യം അധികാരത്തിൽ വരുമെന്നും MK രാഘവൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ്. ഒപ്പം അദ്ദേഹം ചില ജനകീയ വിഷയങ്ങളിൽ കൂടി ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തോട് തന്നെ ചോദിക്കും. പ്രത്യേകിച്ച് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ അകപ്പെട്ട ശ്യാംനാഥിൻ്റെ വീട് താങ്കൾ സന്ദർശിക്കുകയുണ്ടായി. ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രി ജയശങ്കറുമായി താങ്കൾ ഈ വിഷയത്തിൽ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളാണ് വിദേശകാര്യമന്ത്രിയോട് ഉന്നയിച്ചത്? ഒന്ന്, ഇവരുടെ മോചനമാണ് പ്രധാനം. ഇവരൊന്ന് സേഫായിരിക്കണമെന്ന്, ഇവരെ മോചിപ്പിക്കണം. അപ്പോൾ അവർ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ അതിന് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്ര ദിവസം എടുക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഏതായാലും ഇടപെടാൻ വേണ്ടി മിനിസ്റ്റർ ജയശങ്കറുമായി ഇതുപോലെ തന്നെ ഇസ്രയേൽ, ഇറാനുള്ള ഇന്ത്യൻ എംബസികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഷിപ്പ് വിട്ടുകിട്ടാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞത്. അതുപോലെ അതിലെ ജീവനക്കാരെ വിട്ടുകിട്ടാനും മോചിപ്പിക്കാനും അതിൻ്റെ ശ്രമം നടന്നു വരികയാണ്. എന്തായാലും ഒരു പോസിറ്റീവായൊരു പ്രതികരണം തന്നെയാണല്ലേ? ഒരു സംശയമില്ല. അത് എന്തായാലും എനിക്ക് തോന്നുന്നു 2 ദിവസം കൊണ്ട് ഡിസിഷൻ ഉണ്ടാകും. അതുപോലെ മോചനം പെട്ടെന്നുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഈ വീട്ടിൽ വരാൻ കാരണം. അവരെ ഒന്ന് അച്ഛനമ്മയും കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ രണ്ടുപേരും ആശങ്കയിലാണ്. കാരണം സ്വാഭാവികമാണ് മകൻ്റെ ഈ ഒരു ഇത്. എന്തായാലും 2-3 ദിവസം കൂടി തീരുമാനം ഉണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ താങ്കളുടെ ഉൾപ്പെടെ പ്രചരണത്തിനായി കോഴിക്കോട് വരുന്നു. ഈ ഒരു വരവിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? രാഹുൽ ഗാന്ധിയാണല്ലോ ഇന്ത്യയുടെ പ്രതീക്ഷ. മോദിക്ക് ബദൽ എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു അനുകൂല രാഷ്ട്രീയ അന്തരീക്ഷം നിർബന്ധമായും ഇവിടെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന് അത് നന്നായി സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലൊരു രാഹുൽ ഫാക്ടർ കേരളത്തിൽ ഉണ്ടാകില്ലെന്ന ഒക്കെയാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത്. അതെനിക്കത് ശരിയല്ല. കാരണം ഈ നാഷണൽ പൊളിറ്റിക്കൽ സിനാറിയോ നോക്കിയാൽ തന്നെ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെ മേൽക്കൈ വന്നു കൊടുക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും പഴയ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. നേരത്തെ ഒരു 3 മാസം മുമ്പ് വരെ NDAക്കായിരുന്നു ഏറ്റവും വലിയ മേൽക്കൈ. പ്രത്യേകിച്ച് BJPക്ക് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അതിപ്പോൾ ഒരു 1.5 മാസമായി അതൊരു മങ്ങലേൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തിരിച്ചു വരും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്ര, തുടർന്നുള്ള ന്യായ് യാത്ര, ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്
തന്നെ തിരിച്ചു വരണം എന്ന ആളുകളുടെ ഒരു ആവശ്യം ശക്തിപ്പെടുന്ന സമയം കൂടിയാണ്. അപ്പോൾ നിർബന്ധമായും നമുക്ക് അനുകൂലമായ അന്തരീക്ഷം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു സംശയം വേണ്ട. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഡൽഹിയിൽ ഭരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഓരോ ദിവസവും പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറുകയാണ്. ഓരോ സ്ഥലത്തെയും സർവേ റിപ്പോർട്ടിൽ വരുമ്പോൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം അതാണ്. വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. BJP താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസിനുണ്ടാകുന്നൊരു പ്രാധാന്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞ പോലെ കോഴിക്കോടിന് ഒരു കേന്ദ്രമന്ത്രിയെ പ്രതീക്ഷ. അത് പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. കേരളത്തിൽ ഇത്തവണയും രാഹുൽ ഫാക്ടർ ഉണ്ടാകും എന്ന് തന്നെയാണ് MK രാഘവൻ പറയുന്നത്. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇനി വോട്ട് പഞ്ച്. കേരളത്തിൽ മോദിയേക്കാൾ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ പിണറായി വിജയനാണെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. പിണറായി മോദി അന്തർധാരയിൽ കേരളത്തിൽ BJPക്ക് 2 സീറ്റ് ഉടമ്പടിയായിട്ടുണ്ട്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാതിരിക്കാനാണ് പിണറായി വിജയൻ പ്രചാരണം നടത്തുന്നതെന്നും MM ഹസൻ പറഞ്ഞു. മോഡിയേക്കാൾ BJPയുടെ ഏറ്റവും വലിയ താരപ്രചാരകരായി ഇന്ന് കേരളത്തിലെ സ്റ്റാർ ക്യാമ്പയിനറായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി എന്തായാലും ഇത് 6ാം പ്രാവശ്യം വന്നതാണ്. ഇനി അദ്ദേഹം ഇങ്ങോട്ട് വരാതിരിക്കാൻ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ മോഡിയുടെ ജോലി ഭംഗിയായിട്ട് പിണറായി വിജയൻ നിർവഹിക്കും. തങ്ങളുടേതല്ലാത്ത 2 സ്ഥാനാർത്ഥികളെ ബലി കൊടുത്തിട്ടായാലും സ്വർണ്ണത്താലത്തിൽ വെച്ച് 2 MP-മാരെ BJPക്ക് സമ്മാനിക്കുമെന്നുള്ളതാണ് പിണറായി മോഡി ഈ അന്തർധാരയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള കരാർ. ഇതോടെ അങ്കത്തട്ടിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.